5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. രണ്ടാം ലോക മഹായുദ്ധ സമയത്താണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പാരിസ്ഥിതിക ദുരന്തങ്ങൾ ഉണ്ടാക്കിയത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക അണുപരീക്ഷണം നടത്തിയപ്പോഴും വലിയ പാരിസ്ഥിതിക ദുരന്തമാണ് ലോകത്ത് സംഭവിച്ചത്. ഭോപ്പാൽ ട്രാജഡിയൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഫാക്ടറികളുടെ ഫലമായി, കാട് വെട്ടുന്നതിൻ്റെ ഫലമായി, ഒരുപാട് തരത്തിൽ ജനസംഖ്യ കൂടുന്നതിൻ്റെ ഫലമായിട്ടൊക്കെ ധാരാളം പരിസ്ഥിതിയെ നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി 1962 റേച്ചൽ കഴ്സൺ എന്ന ഒരു ശാസ്ത്രജ്ഞ, മത്സ്യമേഖലയിലൊക്കെ ഫിഷറീസിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞ അമേരിക്കയിൽ ഒരു പുസ്തകം തയ്യാറാക്കി. അവിടെ അമേരിക്കയിലെ പൈൻ കാടുകളിൽ പക്ഷികൾ ചിലയ്ക്കുന്നില്ല, വസന്തം വരുന്നില്ല, സൈലൻറ്റ് സ്പ്രിംഗ്, നിശബ്ദ വസന്തം. അങ്ങനെ ഒരു പുസ്തകം എഴുതിയപ്പോൾ ലോകം അത് ശ്രദ്ധിച്ചു. ഒരുപാട് ഭാഷകളിലേക്ക് പോയിട്ടുള്ള വിവർത്തനം ചെയ്തൊരു പുസ്തകമാണ്. ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പാരിസ്ഥിതിക പുസ്തകവും അത് തന്നെയാണ്. അന്ന് മുതലാണ് ലോകത്തിൻ്റെ ഒരു പരിസ്ഥിതി ചിന്തയിൽ പുതിയൊരു മാനമുണ്ടായത്. അതിനു മുമ്പും പാരിസ്ഥിതിക ചിന്തകളുണ്ട്, ഒരുപാട് മൂവ്മെൻറ്റുകൾ നടന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഒരു ഏകോപിത രൂപം വരുന്നത് 1962 അന്ന് ഇന്ന് സാമ്രാജ്യത്വക്കാരാണ്, മൂരാച്ചികളാണ്, കുഴപ്പക്കാരാണ്, കോർപ്പറേറ്റ് ആണെന്നൊക്കെ അധിക്ഷേപിക്കുന്ന അമേരിക്ക അന്ന് ഒരു കമ്മീഷനെ വയ്ക്കുകയും ഈ റേച്ചൽ കഴ്സൻ്റെ വാദങ്ങൾ കേൾക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ് DDT അവിടെ നിരോധിക്കുകയും ചെയ്തത്. നമ്മുടെ നാട്ടിൽ 32ഓളം കീടനാശിനികളാണ് നമ്മുടെ നാട്ടിൽ നിരോധിക്കപ്പെട്ടത്. മാർക്കറ്റിൽ അനധികൃതമായും നേരിട്ടുമൊക്കെ കിട്ടുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ 62 ശേഷം 1972 ആദ്യമായി സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ ഒരു സമ്മേളനം ചേർന്നത്. നമ്മുടെ ഇന്ദിരാഗാന്ധി, അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി, പൂർണ്ണ സമയം ആ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. ഏക രാഷ്ട്ര പ്രതിനിധിയും ഇന്ദിരാഗാന്ധിയായിരുന്നു. അവിടെ പരിസ്ഥിതിയെയും എൻവയോൺമെൻറ്റൽ ഡെവലപ്മെൻറ്റിനെ സംബന്ധിക്കുന്ന ആ സമ്മേളനത്തിൽ വെച്ചാണ് ചില തീരുമാനങ്ങൾ എടുക്കുന്നത്. ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് 1973 മുതൽ ലോകത്ത് കഴിഞ്ഞ 25 വർഷങ്ങൾക്ക് അപ്പുറം, 50 വർഷങ്ങൾക്കപ്പുറം, 52 വർഷമാകുന്നു ലോകത്ത് കാലാവസ്ഥാ ദിനം പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. കാലാവസ്ഥാ ദിനവുമുണ്ട് മാർച്ച് 21, പിന്നെ മാർച്ച് 22 ജലദിനമുണ്ട്, പിന്നെ അതുപോലെ തന്നെ വനദിനമുണ്ട്. മാർച്ച് 21 വനദിനമാണെന്ന് തോന്നുന്നു. 21 വനദിനം, 22 ജലദിനം, 23 കാലാവസ്ഥാ ദിനം. അതേസമയം പിന്നെ ഓസോൺ ദിനമുണ്ട്, ജൈവവൈവിധ്യ ദിനമുണ്ട്, മെയ് 22, അങ്ങനെ പല ദിനങ്ങളുണ്ട്. എന്തായാലും ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കുകയാണ്. 73 വച്ചിട്ടുള്ള വിഷയം ഒരേ ഒരു ഭൂമി ഓൺ എർത്ത് എന്നുള്ളതാണ്. ഇപ്പോൾ 53 വർഷമായി 53 വിഷയങ്ങളിൽ ലോകത്ത് ചർച്ചകൾ നടക്കുന്നു. ഈ വർഷം വച്ചിരിക്കുന്ന വിഷയം കോമ്പാക്റ്റിംഗ് ദ പ്ലാസ്റ്റിക് പൊല്യൂഷൻ. പ്ലാസ്റ്റിക് മാലിന്യത്തെ മലിനീകരണം ഇല്ലാതാക്കുക. കഴിഞ്ഞ നൂറ്റാണ്ട് കണ്ടുപിടിച്ച 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 20ാം നൂറ്റാണ്ടിലും കണ്ടുപിടിച്ച ഏറ്റവും വലിയ മനോഹരമായ ഒരു വസ്തുവാണ് പ്ലാസ്റ്റിക്. നമ്മൾ നമ്മുടെ റോക്കറ്റിൻ്റെ പാർട്ട് മുതൽ ഹാർട്ടിൻ്റെ, മനുഷ്യൻ്റെ കൃത്രിമ വാൽവ് വരെയുള്ള സ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക്കിൻ്റെ അംശം നമുക്ക് കാണാം. പ്ലാസ്റ്റിക് കൊണ്ട് ഉൽപ്പാദനമുണ്ട്. അതുപോലെ തന്നെ 50 മൈക്രോൺ താഴെയുള്ള ക്യാരി ബാഗുകളൊക്കെ പ്ലാസ്റ്റിക് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ ഇതിലെ ഏറ്റവും അപകടകാരികളായിട്ടുള്ള ക്യാരി ബാഗുകളാണ് വ്യാപകമായി ഉപയോഗിക്കുന്നതും. അത് ടൺ കണക്കിനാണ് മനുഷ്യൻ കാരണം അത് സൗജന്യമാണ്, പലപ്പോഴും കാണാൻ മനോഹരമാണ്, അത് സൗകര്യപ്രദമാണ് ഉപയോഗിക്കുവാനൊക്കെ. ലിക്വിഡ് വസ്ത്രങ്ങളൊക്കെ എടുക്കാൻ വളരെ സൗകര്യപ്രദമാണ്. അതുകൊണ്ട് തന്നെ വ്യാപകമായി മനുഷ്യർ അത് ഉപയോഗിക്കുന്നു. സാധനങ്ങൾ വാങ്ങുമ്പോൾ മാർക്കറ്റിൽ നിന്ന് നമുക്ക് സൗജന്യമായി കിട്ടുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ്. മാത്രമല്ല വളരെ വൈവിധ്യമായ രീതിയിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വരുന്നു എന്നുള്ളതും നമുക്ക് സന്തോഷം നൽകുന്നതും അതേസമയം ഭീതി നൽകുന്നതുമാണ്. ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, ക്യാരി ബാഗ് ഉൾപ്പെടെ ഭൂമിയിൽ വലിച്ചെറിഞ്ഞാൽ, അത് കത്തിച്ചാൽ അതിൽ നിന്നിരുന്ന കാർബൺ വാതകങ്ങളും കാർബൺ മോണോക്സൈഡ് പോലുള്ള വസ്തുക്കൾ അന്തരീക്ഷത്തിലും പടർന്നു കഴിഞ്ഞാൽ ക്യാൻസർ പോലുള്ള ശ്വാസകോശ രോഗ സംബന്ധമായിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾ വരും. അതേസമയം അത് ഭൂമിയിലിട്ട് കഴിഞ്ഞാൽ, മണ്ണിൽ ചേർന്ന് കഴിഞ്ഞാൽ അലിഞ്ഞു ചേരുന്നില്ല. നൂറ്റാണ്ടുകൾ എടുക്കുക, എന്നാൽ വലിയില്ല. നൂറ്റാണ്ടുകൾ കൊണ്ടും അത് അലിയുന്നതല്ല, അത് പൊടിഞ്ഞു പോകുന്നതല്ല. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുക? അതിൻ്റെ പുറത്ത് മഴവെള്ളം വീണാൽ അത് ഭൂമിക്കടിയിലേക്ക് പോകില്ല. അതുകൊണ്ട് ഭൂഗർഭജലത്തെ തടസ്സപ്പെടുത്തും, മണ്ണിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തും, വേരുകൾ താഴോട്ട് പോകുന്നതിന് തടസ്സപ്പെടുത്തും. പക്ഷിമൃഗാദികൾ ഈ പ്ലാസ്റ്റിക് കഴിച്ചാൽ അതിന് മരണമുണ്ടാവും. അങ്ങനെ ഒരുപാട് തരത്തിൽ പ്ലാസ്റ്റിക് ദുരുപയോഗം ചെയ്യുന്നു. ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ദുരുപയോഗങ്ങളെക്കുറിച്ച് പറയാനല്ല ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ഈ വർഷത്തെ വിഷയമായതുകൊണ്ട് ഞാനത് സൂചിപ്പിച്ചു. എന്താണ് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു കാഴ്ചപ്പാട്? ഒന്ന്, പരമാവധി റെഡ്യൂസ് ചെയ്യുക, അതിൻ്റെ ഉപഭോഗം കുറയ്ക്കുക. അത് ഉൽപ്പാദിപ്പിക്കുന്നവരാകട്ടെ, കൊടുക്കുന്നവരാകട്ടെ, വാങ്ങുന്നവരാകട്ടെ. അപ്പോൾ ഉൽപ്പാദനമൊക്കെ നിരോധിക്കേണ്ടതാണ്. 50 മൈക്രോണിന് താഴെയുള്ള പ്ലാസ്റ്റിക് നിരോധിക്കേണ്ടതാണ്. ഞാൻ ഒരു കാര്യം കൂടി സാന്ദർഭികമായി പറഞ്ഞോട്ടെ. ശ്രീ അൽഫോൺസ് കണ്ണന്താനം ലാൻഡ് യൂസ് ബോർഡ് കമ്മീഷണറായിരുന്നപ്പോൾ കേരളത്തിലെ കോളേജുകളിലും പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ഒരു ക്യാമ്പയിൻ നടത്തുകയും, ഞാനായിരുന്നു അതിൻ്റെ കൺവീനർ, ക്യാമ്പയിൻ നടത്തുകയും അതിനെ തുടർന്ന് തിരുവനന്തപുരം VJTകൾ, അന്നത്തെ VJTകൾ ഇന്നത്തെ അയ്യങ്കാളി ഹാളിൽ വലിയൊരു സമ്മേളനം നടത്തി. പ്ലാസ്റ്റിക്കുകാർ, ഫാമിലി പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക് കമ്പനികളെ എല്ലാവരെയും വിളിച്ചിരുന്നു സമ്മേളനത്തിൽ. അന്ന് MK മുനീറായിരുന്നു തദ്ദേശ വകുപ്പ് മന്ത്രി, UDF ഭരിക്കുന്ന കാലം, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി.
അന്ന് വലിയ തോതിലുള്ള നമ്മൾ നല്ല രീതിയിലുള്ള ഒരു സമ്മേളനം നടത്തി, കൺവെൻഷൻ നടത്തി. ആ ശില്പശാലയിൽ വെച്ച് ഒരുപാട് നിർദ്ദേശങ്ങൾ വന്നു. 50 മൈക്രോണിന് താഴെയുള്ള പിന്നെ ഇത് പ്ലാസ്റ്റിക് നിരോധിക്കണം എന്നൊരു പ്രമേയം പാസ്സായി ഗവൺമെൻറ്റിന് കൊടുത്തു. പക്ഷേ നിർഭാഗ്യവശാൽ അതൊന്നും പാസ്സായി വന്നില്ല. കാരണം അത്ര ശക്തരാണ് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംവിധാനങ്ങൾ നമുക്കറിയാം. പിന്നെ അതിനുശേഷം ഇപ്പോൾ 50 മൈക്രോണിന് താഴെയുള്ളത് പല ഘട്ടങ്ങളിലായി പല ഗവൺമെൻറ്റുകളും, UDF ഗവൺമെൻറ്, LDF പല ഗവൺമെൻറ്റുകളും പല ഘട്ടങ്ങളിലായി നിരോധിച്ചെങ്കിലും മാർക്കറ്റിൽ ഇപ്പോഴും വളരെ സുലഭമായി ലഭിക്കുന്നുണ്ട്. അപ്പോൾ റെഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെ മനുഷ്യൻ്റെ ഇടപെടലുകൾ ആവശ്യമുണ്ട്. റീയൂസ് ചെയ്യുന്നത് എങ്ങനെ, ഒരു പ്രാവശ്യം വാങ്ങിച്ചാൽ പ്രത്യേകിച്ച് കവറുകളൊക്കെ ആകുമ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാം. ഓരോ പ്രാവശ്യവും കൊണ്ടുവരേണ്ട കാര്യമില്ല കവർ കൂടി. അങ്ങനെ റീയൂസ് ചെയ്യുക, റിക്കവർ ചെയ്യുക, ഇതെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ റിക്കവർ ചെയ്തെടുത്ത് കൊടുക്കുക, റീസൈക്കിൾ ചെയ്യാൻ കൊടുക്കുക, വീണ്ടും പുനഃചംക്രമണത്തിനായി പുനർജീവനത്തിനായി കൊടുക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ്. ആ തരത്തിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗത്തിൽ ചില നിയന്ത്രണങ്ങൾ ആവശ്യമുണ്ട്. പകരം ഉൽപ്പന്നങ്ങൾ, പേപ്പർ ബാഗ്, ചണം ബാഗ്, ജൂട്ടിൻ്റെ ബാഗുകൾ, അതുപോലെ തന്നെ പിന്നെ തുണി കൊണ്ടുള്ള സഞ്ചികൾ, അങ്ങനെ പകരം ചെയ്യാൻ കഴിയും. വാഴയില ഒക്കെ തുടങ്ങിയ പകരം പാള ഒക്കെ ഒരുപാട് സാധനങ്ങൾ ഉപയോഗിക്കും. നമ്മുടെയൊക്കെ ഞാനൊക്കെ എൻ്റെ കുഞ്ഞുനാളിൽ പാളയിലാണ് മത്സ്യമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിരുന്നത്. നന്നായി തച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നെ ദ്രാവക വസ്തുക്കൾ പോലും പുറത്ത് പോകാറില്ല. അപ്പോൾ അത്തരത്തിലുള്ള വലിയ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. പ്ലേറ്റുകളിലൊക്കെ പാള പ്ലേറ്റൊക്കെ വന്നു തുടങ്ങി. തീർച്ചയായും പ്ലാസ്റ്റിക്കിന് പകരമുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് പ്രൊമോട്ട് ചെയ്യണം. കർശനമായ നിയമം ആവശ്യമുണ്ട്. ഹരിതകർമ്മസേനകൾ നമ്മുടെ വീടുകളിൽ വന്ന് പ്ലാസ്റ്റിക് എടുക്കുന്നുണ്ട്. 100 രൂപ മാത്രമാണ് നഗരത്തിൽ, 50 രൂപയാണ് ഗ്രാമങ്ങളിൽ. അതും കൃത്യമായി കഴുകി വൃത്തിയാക്കി കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അതൊരു വശത്ത് നിൽക്കട്ടെ. പ്ലാസ്റ്റിക് മരം വെച്ച് പിടിപ്പിക്കുന്ന നരത്തൈകൾ, വിഷത്തൈകൾ വെച്ച് പിടിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം. ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ആലോചിക്കണം. സൗരോർജ്ജത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഊർജ്ജത്തെ നമ്മൾ കൂടുതൽ കൈകാര്യം ചെയ്യണം. ആ രീതിയിൽ പരിസ്ഥിതിയിലെ ഓരോ ഘടകത്തെയും, ഊർജ്ജമാകട്ടെ, വെള്ളമാകട്ടെ, മാലിന്യമാകട്ടെ, എല്ലാ ഘടകങ്ങളെയും, കെട്ടിട നിർമ്മാണ രീതികളാകട്ടെ, നമ്മുടെ ഉപഭോഗമാകട്ടെ, രീതികളാകട്ടെ, വീട്ടിൽ കാറും സൈക്കിളും ഉണ്ടെങ്കിൽ എങ്ങനെ സൈക്കിൾ എടുക്കാം, കാർ വെച്ചതിന് ശേഷം സൈക്കിളും സ്കൂട്ടറുമാണുണ്ടെങ്കിൽ സൈക്കിൾ എടുക്കുന്നത് എങ്ങനെ, സ്കൂട്ടറും കാറുമാണുണ്ടെങ്കിൽ സ്കൂട്ടർ എടുക്കുന്നത് എങ്ങനെ, ഇങ്ങനെയൊക്കെ നമ്മുടെ ചിന്തകൾ. 2 പേർക്കും കാറുണ്ടെങ്കിൽ വീട്ടിൽ 2 പേർക്കുണ്ടെങ്കിൽ 2 പേരും കൂടി ഒന്നിച്ചൊരു കാറിൽ ഒരു ദിവസം പോകുന്നതിന് അടുത്ത ദിവസം അടുത്ത ആളിന് കാർ എടുക്കാം. ഇത്തരത്തിൽ ഒരുപാട് ഞാൻ പറഞ്ഞു പോയാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ആ തരത്തിലുള്ള പരിസ്ഥിതി ദിന സന്ദേശങ്ങൾ ഇന്ന് എല്ലായിടത്തും നടക്കുന്നുണ്ട്. സ്കൂളുകളിൽ, കോളേജുകളിൽ, സ്ഥാപനങ്ങളിൽ, സന്നദ്ധ സംഘടനകളിൽ, വകുപ്പുകളിൽ എല്ലാം വ്യാപകമായ പ്രചരണവും പ്രവർത്തനങ്ങൾ നടക്കുന്നു. എല്ലാറ്റിനെയും അഭിനന്ദിക്കുന്നു. ഇതിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി, ഈ സുഭാഷിതത്തിൻ്റെ പ്രേക്ഷകരെ ഈ പരിസ്ഥിതി ദിനാശംസകൾ അറിയിക്കുന്നു. ഇതിൻ്റെ അരങ്ങത്ത് അണിയറിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഉള്ള പ്രത്യേക നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നമുക്ക് പരിസ്ഥിതിയെ കൂടി മനസ്സിലാക്കുന്ന ഒരു പരിസ്ഥിതി സാക്ഷരതയിലേക്ക് പോകേണ്ടതുണ്ട്. ഒരു ജലസാക്ഷരതയിലേക്ക് പോകേണ്ടതുണ്ട്. നമുക്ക് കാലാവസ്ഥയെ തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്ക് നന്നായി പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന പരിസ്ഥിതിയുടെ കാവലാളായി മാറാം. ഒരു തൈ നടാം, ഒരു നടൽ നേടാമെന്ന് സുഗതകുമാരി ടീച്ചറിനെ പോലുള്ളവർ പറഞ്ഞു. ശോഭേന്ദ്ര മാഷിനെ പോലുള്ള ആളുകൾ നമുക്ക് ഒരുപാട് സന്ദേശം നൽകിയിട്ടാണ് പോയത്. അപ്പോൾ മുമ്പേ പോയവരുടെ സന്ദേശങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ റേച്ചൽ കഴ്സണിൽ തുടങ്ങി, സുഗതകുമാരി ടീച്ചറിലാണ് അവസാനിപ്പിക്കുന്നത്. നമുക്ക് മുമ്പേ നടന്നവരുടെ സന്ദേശങ്ങൾ എടുത്തുകൊണ്ട് പരമാവധി ഭൂമിയെ സംരക്ഷിക്കാം. ഒരേ ഒരു ഭൂമി നമുക്കും വരും തലമുറകൾക്കും.